ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സീതാദേവിയുടെ കൽപ്പന കേട്ട കുമാരൻ്റെ ഉൾക്കനം അല്പമൊന്നു കുറഞ്ഞു. ധാരധാരയായി അശ്രുക്കൾ ഒഴുക്കി. ഇടറിക്കൊണ്ട് മറുപടി പറഞ്ഞു. ദേവി, നാട്ടിലും നഗരത്തിലും അവിടുത്തെ പറ്റിയ ദുഷ്പേർ പറയുന്നതായി രാജസദസ്സിൽ ഇരിക്കുന്ന ജ്യേഷ്ഠൻ കേട്ടു. വിചാരിക്കാൻ കൂടി കഴിയാത്ത അപകീർത്തി സഭാമധ്യത്തിൽ നിന്ന് കേട്ടപ്പോൾ അകം വെന്ത തമ്പുരാൻ എന്നോട് അരുളി ചെയ്ത് സ്വഭവനത്തിലേക്ക് പോയി. ദേവന്റെ ഹൃദയത്തിൽ പൊറുക്കാൻ കഴിയാതെ വെച്ച കാര്യങ്ങൾ അമ്മയോട് പറയുവാൻ എൻ്റെ നാവനങ്ങിയില്ല. അവിടുത്തെ തിരുമുമ്പിൽ പറയുവാൻ എനിക്ക് സാധിച്ചില്ല. ദേവി അതുകൊണ്ട് ഒന്നും പറയാതെ എല്ലാം ഒതുക്കി പോരുകയാണ് ഉണ്ടായത്. ദോഷകണിക ഏതും ഇല്ലാത്ത എൻ്റെ ജ്യേഷ്ഠത്തിയെ, അമ്മയെ പൗരാപവാദം ഭയപ്പെട്ട് ഉപേക്ഷിക്കുവാൻ ജ്യേഷ്ഠൻ കൽപ്പിച്ചു. ദേവി, അവിടുന്ന് മറ്റൊന്നും വിചാരിക്കരുതേ. പുണ്യാശ്രമ സമീപത്തിൽ ഗർഭിണിയായ ദേവിയെ സന്ത്യജിക്കാനാണ് രാജകൽപ്പന. ഗംഗാനദീ തീരത്തിൽ ബ്രഹ്മർഷിയുടെ തപോവനമാണ് ഈ കാണുന്നത്. പരിപാവനവും മനോമോഹനവും മഹാപുണ്യവും ആർന്നതാണിത്. മംഗളസ്വരൂപിണിയായ അമ്മേ, ദുഃഖിക്കരുതേ. എൻ്റെ അച്ഛൻ മഹാരാജ ദശരഥൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മുനിവ്യാഘ്രനും ബ്രഹ്മർഷിവര്യനും അനശ്വര കീർത്തിമാനുമായ വാൽമീകി മാമുനിയുടെ ആശ്രമമാണിത്. ആ മഹാത്മാവിൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പൂകിയ അമ്മ വ്രതാനുഷ്ഠാനങ്ങളോടെ ഏകാഗ്ര ചിത്തയായി പാതിവ്രതത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാതെ എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ച് വാഴണേ. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ദേവിക്ക് ഏറ്റവും ശുഭങ്ങൾ വരാതിരിക്കുകയില്ല. ലക്ഷ്മണകുമാരൻ്റെ ഘോരഘോരമായ വാക്കുകൾ കേട്ട മൈഥിലി അസഹ്യ ദുഃഖത്താൽ വെട്ടിയിട്ട വാഴത്തടി പോലെ പെട്ടെന്ന് ബോധമറ്റ് ഭൂമിയിൽ പതിച്ചു. നേരം കുറെ കഴിഞ്ഞു. കണ്ണീർ കൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ദീനസ്വരത്തിൽ അനുജനോട്, അനുജ ലക്ഷ്മണ, വിധാതാവ് എൻ്റെ ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് ദുഃഖിക്കുവാൻ മാത്രമായിട്ടാണ്. അത്തരത്തിലുള്ള അഴലിൻ സമൂഹം എപ്പോഴും കാണുന്നു. പൂർവജന്മത്തിൽ ഞാൻ എന്തൊരു മഹാപാപമാണാവോ ചെയ്തിട്ടുള്ളത്. ഏതൊരാൾക്ക് ഭാര്യാവിയോഗം വരുത്തിയിരിക്കും. മന്നോർ മന്നവൻ സത്വൃത്തയും പതിപ്രാണയുമായ എന്നെ പരിത്യജിച്ചുവല്ലോ. ദണ്ഡകാരണ്യത്തിൽ ആശ്രമങ്ങളിൽ ശ്രീരാമദേവ തൃപ്പാദങ്ങളെ മാത്രം ഭജിച്ചുകൊണ്ടാണ് ഞാൻ വാണത്. അന്ന് ദുഃഖം എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ലക്ഷ്മണ, അസഹ്യമായ ആ ദുഃഖത്തെ ഞാൻ കൂസാതിരുന്നു. സൗമ്യനായ അനുജ, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഈ ആശ്രമങ്ങളിൽ താമസിക്കും? വ്യസനസാഗരത്തിൽ നിമഗ്നയായ എൻ്റെ വിഷമത്തെ ആരോട് പറയും? എന്തൊരു തെറ്റ് ചെയ്തു മഹാത്മാവായ ശ്രീരാമചന്ദ്ര പ്രഭു ഉപേക്ഷിക്കുവാൻ കാരണമെന്ത് എന്ന് ചോദിക്കുന്ന മഹർഷിവര്യന്മാരോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഈ ഗംഗാനദിയിലെ പുണ്യതീർത്ഥത്തിൽ പ്രാണനെ ഉപേക്ഷിക്കുവാനും ഇപ്പോൾ വയ്യല്ലോ. സുമിത്രാനന്ദവർദ്ധകനായ കുമാര, എൻ്റെ ഭർത്തൃവംശം തന്നെ അതോടെ അവസാനിക്കുകയില്ലേ? ഭൂപാലേന്ദ്രൻ്റെ കൽപ്പന അനുസരിക്കൂ. വ്യസനാക്രാന്തയാണെങ്കിലും എന്നെ ഉപേക്ഷിച്ച് നൃപാലകൻ്റെ ചൊൽക്കീഴിൽ നിൽക്കുകയാണ് വേണ്ടത്. തീർച്ചയായും നീ നിൽക്കണം. എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. സ്വശ്രുക്കൾ എല്ലാവരോടും തലയ്ക്ക് മുകളിൽ കൂപ്പിയ കൈകളോടെ എൻ്റെ കുശലാന്വേഷണം പറയൂ. നമ്മുടെ പെരുമാളോട് എൻ്റെ വിനീതമായ പ്രണാമം അറിയിക്കണം. ധർമ്മസ്വരൂപമാർന്ന രാജരാജനോട് എൻ്റെ ഈ വാക്കുകളും ഉണർത്തുക. ശ്രീരാമചന്ദ്ര പ്രഭോ, സീത പരിശുദ്ധയാണെന്ന വാസ്തവം അവിടുത്തേക്ക് തികച്ചും അറിയാമല്ലോ. അതിഭക്തിയോടെ ശുശ്രൂഷിക്കുന്ന ഇവൾ എന്നും അവിടുത്തെ ഹിതം മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. വീരവീരനായ അവിടുന്ന് അപകീർത്തി ഭയത്താലല്ലേ എന്നെ വെടിഞ്ഞത്? അവിടുത്തെ അനശ്വര യശസ്സിൽ അല്പം പോലും അപവാദം പറ്റിച്ചേരാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. എല്ലാ നിലയിലും അവിടുന്ന് മാത്രമാണ് എനിക്ക് ഒരു ആശ്രയം. ധർമ്മപരനായ തന്തിരുമേനിയോട് ഇതുകൂടി പറയൂ. സ്വന്തം അനുജന്മാരെ എന്ന പോലെ പൗരന്മാരെ കരുതണേ. ധാർമ്മികമായ ജീവിതം കൊണ്ട് പ്രജകൾ നേടുന്നതെന്തോ അതാണ് നരപാലകനിൽ എന്നെന്നും നിലനിൽക്കുക. അതാകണം അവിടുത്തെ മഹാധർമ്മം. അതുകൊണ്ട് അടിക്കടി കീർത്തി ഉയരും. പൗരാപവാദത്തെക്കുറിച്ച് കേട്ട വ്യസനം എൻ്റെ ദേഹത്തിൽ നിലനിൽപ്പിനെപ്പറ്റി എനിക്കില്ല. ഒന്ന് അനശ്വരവും മറ്റേത് ക്ഷണഭംഗുരവുമാണല്ലോ മഹാപ്രഭോ. ഒരു ഉത്തമ സ്ത്രീക്ക് ഭർത്താവാണ് ഈശ്വരൻ. ബന്ധു മറ്റാരുമല്ല, ഗുരുവായിട്ടുള്ളതും വേറെ ആരുമല്ല. വിശേഷിച്ച് പ്രാണനെ കൊണ്ടും ഭർതൃഹിതമാണ് ചെയ്യേണ്ടത്. കുമാര, എൻ്റെ ഈ ചുരുക്കവാക്കുകൾ അവിടുത്തെ തിരുമുമ്പിൽ അറിയിക്കണം. പരിപൂർണ ഗർഭ ലക്ഷണമുള്ള എന്നെ നീ നല്ലപോലെ നോക്കി വേഗത്തിൽ പോകൂ. ജനകരാജസുതയുടെ വാക്കുകൾ ലക്ഷ്മണനെ എരിപൊരി കൊള്ളിച്ചു. ആ തൃപ്പാദങ്ങളിൽ വെറും മണ്ണിൽ തലയുരുട്ടി
ശബ്ദിക്കാൻ സാധിക്കാതെ കുറേ നേരം കിടന്നു. ഹൃദയം പൊട്ടിപ്പോകാതെ നിയന്ത്രിച്ചുകൊണ്ട് ദേവിയെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു. എത്ര തന്നെ ഒതുക്കിയിട്ടും സാധിക്കാതെ ഉറക്കെ പൊട്ടിക്കരഞ്ഞ് അല്പം ചിന്തയോടെ ചോദിച്ചു, ദേവി, ശക്തി സ്വരൂപമാർന്ന അമ്മേ, അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്യുവാൻ കാരണം എന്താണാവോ? അവിടുത്തെ തൃപ്പാദങ്ങളല്ലാതെ ഇന്നുവരെയും ഈ ഞാൻ ഉടൽ കണ്ടിട്ടില്ല. ശ്രീരാമചന്ദ്ര സ്വാമിയാൽ പരിത്യക്തയായ ജ്യേഷ്ഠത്തിയുടെ തിരുവുടൽ ഈ കാനന മധ്യത്തിൽ വെച്ച് അടിയൻ എങ്ങനെയാണ് നോക്കുക? അവനഞ്ചിയായ വൈദേഹിയുടെ തൃക്കാൽക്കൽ വീണ്ടും പ്രണാമം ചെയ്ത ലക്ഷ്മണൻ തോണിയിൽ കയറി. ഉടനെ തുഴയുവാനും കൽപ്പിച്ചു. ശോകാഗ്നി സംതപ്തനായ കുമാരൻ ഉത്തര തീരത്തിൽ എത്തിയ ഉടൻ ബോധമറ്റവനെ പോലെ തേരിലേറി കുതിരകൾ ഓടി. ഗംഗയുടെ തെക്കേ കരയിൽ ചുറ്റിത്തിരിയുന്ന സീതയെ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കുന്ന ലക്ഷ്മണന്റെ കണ്ണിൽ യാതൊന്നും വ്യക്തമാകുന്നതേയില്ല. ക്രമത്തിൽ അകലത്താകുന്ന രഥത്തെയും സൗമിത്രിയെയും കാരുണ്യത്തോടെ കടാക്ഷിക്കുന്ന സീതാദേവി വ്യസനാധിക്യത്താൽ നടുങ്ങി. അരണ്യമധ്യത്തിൽ അഴലേറി നിൽക്കുന്ന ആ സാധ്വീരത്നം കോകിലനാദത്തിൽ സ്വനാഥനെ വിളിച്ച് ഉച്ചത്തിൽ ദീനദീനം വിലപിച്ചു. ആശ്രമ സമീപത്തിൽ നിന്ന് കേഴുന്ന ദേവിയെ കായ്ക്കനികൾ അന്വേഷിക്കുന്ന ചില മുനികുമാരന്മാർ കണ്ടു. അതിതീഷ്ണ ബുദ്ധിയാർന്ന ഭഗവാൻ വാൽമീകിയുടെ അടുത്തേക്ക് അവർ ഓടിച്ചെന്ന് വിലപിക്കുന്ന കാമിനിയാങ്കിയെ പറ്റി അറിയിക്കുവാൻ തുടങ്ങി. ഭഗവാനെ, ഒരു മഹാത്മാവിൻ്റെ ധർമ്മപത്നി ഇന്നുവരെയും ഞങ്ങളാരും കണ്ടിട്ടില്ലാത്ത അത്രയും സൗന്ദര്യമുള്ളവളും സാക്ഷാൽ മഹാലക്ഷ്മിക്ക് തുല്യമായവളുമായ ഒരു സ്ത്രീരത്നം ദുസ്സഹമായ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കണ്ണീർ കൊണ്ട് മുഖശോഭ ആകെ മങ്ങിയിരിക്കുന്നു. സ്വർഗലോകത്തിൽ നിന്ന് വീണ ദേവസ്ത്രീയെപ്പോലെ ആറിൻ്റെ തീരത്തിൽ ആ മാനിനി രത്നം ഒതുക്കാൻ കഴിയാത്ത അഴലോടെ ദീനസ്വരത്തിൽ വിലപിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അനാഥയായി ഒറ്റയ്ക്ക് നിൽക്കുന്ന അവർ ദുഃഖിക്കുവാൻ അനർഹയാണെന്ന് തോന്നും. മനുഷ്യ സ്ത്രീയാണെന്ന് തോന്നുന്നില്ല. ഈ ആശ്രമ സമീപത്തിൽ ഭഗവാനെ ശരണം പൂകിയ ആ സ്ത്രീരത്നത്തെ അതിഥിയായി സ്വോപചാരം സ്വീകരിക്കണേ. രക്ഷകനെ അന്വേഷിക്കുന്ന ആ സ്വാധീരത്നത്തെ ഭഗവാനെ അവിടുന്ന് കാത്തുരക്ഷിക്കണേ. ബ്രഹ്മർഷി വര്യൻ കണ്ണടച്ച് അല്പമൊന്ന് ആലോചിച്ചു. എല്ലാം ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിവുള്ള മഹർഷി ഈശ്വരൻ സീതാദേവി നിൽക്കുന്ന സ്ഥലത്തേക്ക് ശ്രേഷ്ഠമായ അർഘ്യവും എടുത്തുകൊണ്ട് ക്ഷണത്തിൽ നടന്നു തുടങ്ങി. മഹാപ്രാജ്ഞനായ യതീന്ദ്രനെ ശിഷ്യന്മാർ സവിനയം പിന്തുടർന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.